സുഹൃത്തുക്കളെ, ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ എന്ത് കുക്കിംഗ് എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇത് ഞാൻ ഈ ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ റൂമൊന്ന് ആദ്യം ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇതിൽ കുറേ മഹത് വ്യക്തികളുടെ ഫോട്ടോസാണെന്ന് തോന്നുന്നു. ആരെയും എനിക്ക് പരിചയമില്ല. ഒന്ന് രണ്ട് പേരെയൊക്കെ അവിടെ കണ്ട പോലെ ഉണ്ട്. ബാക്കി ആരെയും എനിക്കറിയില്ല. അത് ആളോട് തന്നെ ചോദിക്കണം. ഇത് അടുക്കളയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗ്യാസിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള കുക്കിംഗ് ആണെങ്കിലും ഇത് കുക്ക് ചെയ്യുന്നത് ഇവിടെയല്ല, പുറകിലാണ്. പുറകിൽ സാധാ അടുപ്പിൽ എന്താ പറയുക, വിറക് കൂട്ടിയിട്ട് കുക്ക് ചെയ്യണത്. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സോയാബീൻ ഫ്രൈ ആണെന്ന് പറഞ്ഞു. അത് ചെയ്യുന്നത് മരുമകനാണ്, പേര് ശ്രീരാഗ്. ഞങ്ങൾ സ്നേഹത്തോടെ മിത്തു എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന അവനിലൊരു കുക്കിംഗ് ടാലൻ്റ് ഉണ്ടെന്ന്. ആൾ ഫോറൻസിക് സയൻസ് ഒക്കെ പഠിക്കുന്ന വ്യക്തിയാണ്, സെക്കൻഡ് ഇയർ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊന്ന് കാണാൻ തോന്നി, നോക്കാൻ തോന്നി എന്തൊക്കെ ചെയ്യുന്നതെന്ന്. നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു, എന്തൊക്കെ പൊടികളൊക്കെ ഇടുന്നുണ്ട്, മഞ്ഞപ്പൊടി, മുളക് പൊടി. ആളുടെ ആ കോൺഫിഡൻസ് കണ്ടപ്പോൾ എനിക്കും തോന്നി ഇതൊന്ന് കാണാമെന്ന്. അങ്ങനെ അത് നോക്കി നിന്ന് ആൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് എന്നോട് സംശയം ചോദിച്ചു, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ തീ കുറയ്ക്കുക. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ നമുക്ക് കുറയ്ക്കാമല്ലോ. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുത്തു. ആ വിറകിന് ഒന്ന് പുറകിലേക്ക് നീക്കിയാൽ മതി, അപ്പോൾ തീ കുറഞ്ഞേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആൾ അതൊക്കെ കേട്ടിട്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങി. നല്ല മണമൊക്കെ പുകയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആൾ നല്ല പുകയും ഇതൊക്കെ വരുന്നുണ്ടെങ്കിലും അതെല്ലാം സഹിച്ചുകൊണ്ട് ആ ഇൻട്രസ്റ്റോടുകൂടെ ആൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ ഇത് ഒരു കരിഞ്ഞ് ഒരു ഇതാവുമെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇല്ല, ഇതിങ്ങനെ നല്ല ബ്ലാക്കിഷ് കളറിൽ വരും, ഫ്രൈ ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഊണ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടെ ആയതിനു ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു, അവന് കമ്പനി കൊടുത്തു. പിന്നെ ആൾ ഒരുവിധം വെന്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നിയപ്പോൾ കൈയൊക്കെ കഴുകി എന്താ പറയുക, നല്ല കോൺഫിഡൻസാണ്. ആ കോൺഫിഡൻസോടുകൂടെ ആൾ എനിക്കൊരു തമ്പൊക്കെ അടിച്ചു. പിന്നെ പറഞ്ഞ പോലെ തീ അത്യാവശ്യം വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി നല്ല രീതിയിൽ തന്നെ തീയൊക്കെ ആവശ്യത്തിന് വെച്ച് എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഗ്യാസ് സ്റ്റൗവിലാണ്, അപ്പോൾ ഇത് ആദ്യമായിട്ടാണെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാനിത് ടേസ്റ്റും ചെയ്തു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളി.